നിങ്ങൾ ആവശ്യത്തിന് വെള്ളം കുടിക്കാറുണ്ടോ? ഒരു ദിവസം നമ്മൾ എഴുന്നേറ്റാൽ ഒരു പ്രോബ്ലവും ഉണ്ടാവില്ല. എല്ലാം ഓക്കെ ആയിരിക്കും. ബട്ട് ഹെഡ് ഫീൽസ് ഹെവി, ചെറിയ കാര്യങ്ങൾ പോലും മറക്കുന്നു, ഒരു കാര്യവുമില്ലാതെ ഇറിറ്റേറ്റഡ് ആവുന്നു. യു തിങ്ക് മേ ബി ഇറ്റ്സ് ലാക്ക് ഓഫ് സ്ലീപ്പ്. പക്ഷേ ദ റിയൽ റീസൺ മൈറ്റ് ബി ദ ബ്രെയിൻ ഈസ് തേഴ്സ്റ്റി. നിങ്ങൾക്കറിയാമോ, ബ്രെയിനിൽ ഏകദേശം 75% വെള്ളമാണ്. സ്റ്റഡീസ് പറയുന്നത് ഈവൻ 1 to 2%, അതായത് മൈൽഡ് ഡീഹൈഡ്രേഷൻ പോലും ബ്രെയിൻ സ്ട്രിങ്ക് ചെയ്യുന്നതിന് കാരണമാകും. ബ്രെയിൻ സെൽസ് തമ്മിലുള്ള സിഗ്നൽ സ്ലോ ഡൗൺ ആവുന്നു, ഫോക്കസ് കുറയുന്നു, അറ്റൻഷൻ റെഡ്യൂസ് ആവുന്നു, ഡിസിഷൻസ് ഫീൽ ഹാർഡർ. ഒരു കുട്ടി രാത്രി മുഴുവൻ പഠിക്കുന്നു വിത്തൗട്ട് എനി വാട്ടർ ഇൻടേക്ക്. അവൻ എല്ലാ ആൻസറും അറിയാമായിരിക്കാം, പക്ഷേ അതൊന്നും ഓർമ്മയില്ല. അത് ഇൻ്റലിജൻസ് ഇഷ്യൂ അല്ല, അത് ഹൈഡ്രേഷൻ ഇഷ്യൂ ആണ്. ഈവൻ 1 to 2% ഡീഹൈഡ്രേഷൻ പോലും അറ്റൻഷൻ 25 to 30% കുറയ്ക്കുന്നു എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. എപ്പോഴെങ്കിലും നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ, കുറച്ച് വെള്ളം കുടിക്കുന്ന ദിവസങ്ങളിൽ ഇറിറ്റേറ്റഡ് ആയി ഫീൽ ചെയ്യുന്നത്? ഡീഹൈഡ്രേഷൻ സ്ട്രെസ് ഹോർമോൺ കൂട്ടുന്നു. അത് ഇമോഷണൽ ബാലൻസ്, കാംനെസ്, പേഷ്യൻസ് എന്നിവ കുറയ്ക്കുന്നു. ഒരു അപകടകരമായ കാര്യം എന്തെന്നാൽ ബ്രെയിൻ വിശപ്പും ദാഹവും തമ്മിൽ കൺഫ്യൂസ്ഡ് ആവുന്നു എന്നതാണ്. കാരണം തേഴ്സ്റ്റ് ആൻഡ് ഹങ്കർ കൺട്രോൾ ചെയ്യുന്ന സെൻറ്റർ നിയർ ബൈ ആയാണ് ഉള്ളത്. അതുകൊണ്ട് ആ സിഗ്നൽ ഓവർലാപ്പ് ചെയ്ത് ഒരുപോലത്തെ ഫീലിംഗ് ആണ് നമുക്കുണ്ടാവുന്നത്. ഇത് കാരണം ചെറിയ ഡീഹൈഡ്രേഷൻ പോലും തേഴ്സ്റ്റിനെ ഹങ്കറായി തോന്നിക്കുന്നു. നമുക്ക് ദാഹമാണോ വിശപ്പാണോ എന്ന് മനസ്സിലാക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷവും ആ ഫീലിംഗ് പോകുന്നില്ല എങ്കിൽ അത് ഹങ്കർ ആകാനാണ് ചാൻസ്. ഫുഡിനെ എനർജി ആക്കണമെങ്കിൽ ബ്രെയിനിന് മെറ്റബോളിസത്തിന് വേണ്ടി സിഗ്നൽ കൊടുക്കണം. ശരിയായ അളവിൽ വെള്ളമില്ല എങ്കിൽ മെറ്റബോളിസം സ്ലോ ആകും, ഫാറ്റ് ബേണിംഗ് കുറയും, എനർജി കുറയും. അതുകൊണ്ടാണ് പലരും കുറച്ച് കഴിച്ചിട്ടും വെയിറ്റ് കുറയാത്തത്. വെള്ളം കുടിക്കുന്നത് ശരിയാക്കൂ, വെയിറ്റിൽ ഡിഫറൻസ് കാണാൻ നമുക്ക് സാധിക്കും. ബ്ലഡിൽ 90% വെള്ളമാണ്. ഡീഹൈഡ്രേഷൻ ഉണ്ടായാൽ ബ്ലഡ് തിക്കാകും. അത് ഓക്സിജൻ ഡെലിവറി കുറയ്ക്കും. ഓക്സിജൻ ഡെലിവറി കുറയുന്നത് സ്ലോ തിങ്കിങ്, ലോ അലേർട്ട്നെസ്, മെൻ്റൽ ഫെറ്റീഗ് എന്നിവയ്ക്ക് കാരണമാകും. ഡൈജഷൻ ജേർണി ഈസ് ഫ്രം മൗത്ത് ടു സ്റ്റൊമക്ക് ആൻഡ് ടു ഇൻഡസ്റ്റൈൻ. ഡൈജഷന് വെള്ളത്തിൻ്റെ റോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് സലൈവ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നു, സ്റ്റൊമക്ക് ആസിഡ് ബാലൻസ്ഡ് ആക്കും, ബോൾ മൂവ്മെൻറ്റ് സ്മൂത്ത് ആക്കും, കോൺസ്റ്റിപ്പേഷൻ ആൻഡ് എസിഡിറ്റി പ്രിവെൻറ്റ് ചെയ്യും. ബട്ട് നോർമലി നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കാണ് ഫുഡിന് തൊട്ട് ശേഷമോ തൊട്ട് മുൻപോ ഫുഡിൻ്റെ കൂടെയോ വെള്ളം കുടിക്കുക എന്നത്, അല്ലെങ്കിൽ കോൾഡ് വാട്ടർ ഫുഡിൻ്റെ കൂടെ കുടിക്കുക എന്നിവ. അത് ഫാറ്റ് സോൾഡിഫൈ ചെയ്യും, ഡൈജഷൻ എൻസൈം ഡയലൂട്ട് ചെയ്യും, ഡൈജഷൻ സ്ലോ ചെയ്ത് ബ്ലോട്ടിംഗ് ആൻഡ് ഗ്യാസ് ഉണ്ടാക്കും. അതുകൊണ്ട് ഫുഡ് കഴിക്കുന്നതിന് 20 to 30 മിനിറ്റ്സ് മുന്നേ വെള്ളം കുടിക്കുക. അത് ഡൈജഷന് ഹെൽപ്പ് ചെയ്യും. ആൻഡ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം 30 to 45 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം വെള്ളം കുടിക്കുക. ഫുഡ് കഴിക്കുമ്പോൾ വെള്ളം വേണമെന്ന് തോന്നിയാൽ സ്മോൾ സിപ്പ് മാത്രം കുടിക്കുക. വെള്ളം ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് കുടിക്കുന്നത് നല്ലതാണോ? യെസ്, ബട്ട് അത് റൈറ്റ് വേയിൽ ചെയ്യണം. 1-2 ഗ്ലാസ് എം ടി സ്റ്റൊമക്കിൽ സ്ലോലി സിപ്പ് ചെയ്ത് കുടിക്കുക. ലൂക്ക് വാം വാട്ടറാണ് നല്ലത്. കോൾഡ് വാട്ടർ കുടിക്കുന്നതും ഫാസ്റ്റായി വെള്ളം കുടിക്കുന്നതും അവോയ്ഡ് ചെയ്യണം. റൈറ്റ് വേയിൽ വെള്ളം കുടിക്കുന്നത് ആക്ടിവേറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം, ഫ്ലഷസ് ടോക്സിൻ ഫ്രം കിഡ്നി, ഇംപ്രൂവ് ബowel മൂവ്മെൻറ്റ്, റീഹൈഡ്രേറ്റ് സെൽ ആഫ്റ്റർ സ്ലീപ്പ്. കോൾഡ് വാട്ടർ ഓർ ഹോട്ട് വാട്ടർ, എന്താണ് നല്ലത്? Cold water is okay after intense workout or in extreme heat, but warm water improve digestion, better fat metabolism, relax intestine, reduce bloating and gas. So best practice എന്തെന്നാൽ രാവിലെ വാം ഓർ ലൂക്ക് വാം വെള്ളം, മീൽസിൽ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം കുടിക്കുക. എത്ര വെള്ളം കുടിക്കണം? വെള്ളത്തിൻ്റെ അളവ് പല ഫാക്ടേഴ്സിന് ഡിപ്പെൻഡൻ്റ് ആണ്, ലൈക്ക് ബോഡി വെയ്റ്റ്, ക്ലൈമറ്റ്, ആക്ടിവിറ്റി, ഡയറ്റ് എക്സെട്ര. ബട്ട് ജനറലി 2 to 3 ലിറ്റർ വെള്ളം കുടിക്കണം. അതിൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എന്നിവയിൽ നിന്നുള്ള വെള്ളം, കോക്കനട്ട് വാട്ടർ, സൂപ്സ് എന്നിവ ഇൻക്ലൂഡഡ് ആണ്. ശരിയായ വെള്ളം കുടിക്കേണ്ട രീതി: സിപ്പ് ബൈ സിപ്പ് കുടിക്കുക. ഗൾപ്പ് ചെയ്യാതെ ഫ്രീക്വൻലി കുറച്ച് കുറച്ച് കുടിക്കുക. ഇരുന്നു കൊണ്ട് വെള്ളം കുടിക്കുക. ആൻഡ് ബ്രെത്ത് കാംലി വൈൽ ഡ്രിങ്കിങ്. ഇത് ബെറ്റർ അബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യും, കിഡ്നി ഓവർലോഡ് പ്രിവെൻറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. കറക്റ്റായി വെള്ളം കുടിച്ചില്ല എങ്കിൽ ഫ്രീക്വൻറ്റ് എസിഡിറ്റി, കോൺസ്റ്റിപ്പേഷൻ, ഫെറ്റീഗ്, ഡ്രൈ സ്കിൻ ആൻഡ് ലിപ്പ്, ഹെഡ് ഏക്ക്, ഡാർക്ക് യൂറിൻ എന്നിവയ്ക്ക് കാരണമാകുന്നു. വെള്ളം ഒരു മരുന്ന് തന്നെയാണ്, പക്ഷെ അത് ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ കുടിക്കുമ്പോൾ മാത്രമേ അതൊരു മരുന്നാവുകയുള്ളൂ.
ഇന്നു മുതൽ വെള്ളം കുടിക്കുന്നത് ഒരു ഹാബിറ്റ് അല്ല, ഒരു അവയർനെസ് ആക്കാം. മിക്കവാറും നമ്മളെല്ലാവരും തെറ്റായാണ് വെള്ളം കുടിക്കുന്നത്. ഉണർന്ന ഉടൻ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കൂ. അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ആൻഡ് ഷെയർ വിത്ത് ദാറ്റ് ഫ്രണ്ട് ഹൂ ഈസ് ഓൾവേസ് ഡീഹൈഡ്രേറ്റഡ്. ഫോളോ മോർ ഫോർ സിമ്പിൾ ഹെൽത്ത്